ഫ്രാൻസിസ് പാപ്പ എന്ന വ്യക്തി മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വലിയ ഇടം നേടിയ വ്യക്തിയാണെന്ന് നമുക്കറിയാം. സഭയെ കഴിഞ്ഞ വർഷങ്ങളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയുടെ അമരക്കാരൻ ഫ്രാൻസിസ് പാപ്പായെ ദൈവകാരുണ്യത്തിൻ്റെ ആൾരൂപമായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അത് നേരിട്ട് അറിയാനും കാണാനും കേൾക്കാനും ഒക്കെ പലപ്പോഴും പല സമയത്തും നമുക്ക് അവസരം കിട്ടാറുണ്ട്. ഞാൻ ഫ്രാൻസിസ് പാപ്പായെ നേരിട്ട് കണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടി. പ്രത്യേകിച്ചും ബിഷപ്പായതിനു ശേഷമുള്ള ആദ്യ നാളുകളിൽ റോമിലെ ഒരു പരിശീലന നാളുകളിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സെഷൻ, ഒരു 1 hour ടോക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 130ഓളം വരുന്ന മെത്രാന്മാരുടെ സംഘം വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും അദ്ദേഹം കണ്ട് ഏതാണ്ടൊരു 3/4 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ വെച്ച് അവരോട് സംസാരിച്ചതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിച്ച നിമിഷങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. എത്ര ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് ഓരോരുത്തരെയും അദ്ദേഹം വീക്ഷിച്ചത് എന്നൊക്കെ ഞാൻ ഓർക്കുന്നു. നീണ്ട ഒരു സമയം ഒരു പ്രഭാഷണം നൽകിയതിന് ശേഷം ഏതാണ്ട് 1-2 മണിക്കൂറുകളെടുത്ത് നിന്നുകൊണ്ട് തന്നെ എങ്ങും ഇരിക്കാതെ ഓരോരുത്തരെയും കണ്ട് അല്പം വിശേഷം ചോദിച്ച് അടുത്തയാളിലേക്ക് എന്ന് പറഞ്ഞതുപോലെയൊക്കെ ആ പേഴ്സണൽ അറ്റൻഷനും കെയറും ഒക്കെ ഞാൻ ഓർക്കുന്നു. മാർപ്പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനങ്ങളും ചാക്രിക ലേഖനങ്ങളും അല്ലാതെയുള്ള പ്രഭാഷണങ്ങളും എല്ലാം പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് അവഗണിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ദരിദ്രർ, അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുക എന്ന തലത്തിലാണ്. എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ പ്രാന്തങ്ങളിലേക്ക്, ഇറമ്പുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ് ഫ്രാൻസിസ് പാപ്പ എന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇടപെടലുകളിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഫ്രാൻസിസ് പാപ്പായുടെ പ്രത്യേക യാത്രകൾ, ആ യാത്രകളിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതെല്ലാം ഇത്തരത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരാളെ ആയിരിക്കും എങ്ങനെയെങ്കിലും പാപ്പ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്നതെല്ലാം ആ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ ഈശോ മിശിഹായുടെ ആ ഒരു കരുണയുടെ മുഖം എപ്പോഴും അദ്ദേഹം പ്രകാശിപ്പിക്കാറുണ്ട് എന്നത് സത്യമാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുമെല്ലാം ലോകരാഷ്ട്രങ്ങളോട് ഒക്കെ സംവദിക്കുമ്പോൾ അവഗണിക്കപ്പെട്ട രാജ്യങ്ങൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കം പോയിരിക്കുന്ന രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങളെ ചേർത്ത് പിടിക്കാൻ വികസിത രാജ്യങ്ങൾക്ക് കഴിയണമെന്ന് ശക്തമായിട്ട് അദ്ദേഹം പറയും. അങ്ങനെ ഒരു സാമ്പത്തിക സമത്വത്തിലേക്കും വരേണ്ടത് ആവശ്യമാണ് എന്ന പ്രബോധനങ്ങൾ. അതുപോലെ ഈ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഒരു കൺവേർഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട്. പാരിസ്ഥിതിക മാനസാന്തരം, നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ഒരുമിച്ച് കൈകോർക്കണം തുടങ്ങിയ വളരെ വിശാലമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു പ്രപഞ്ച ദർശനം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സഭയെ ഈ കാലഘട്ടത്തിന് ചേരുന്ന വിധം അതിൻ്റെ തനിമയിൽ സുവിശേഷ പ്രബോധനങ്ങൾക്ക് അനുസരിച്ച് നയിക്കാൻ പാപ്പായ്ക്ക് കഴിയുന്നുണ്ട്. പിന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സവിശേഷ മുഖമാണ് ഫ്രാൻസിസ് പാപ്പ. എല്ലാ മതസ്ഥരെയും അദ്ദേഹം വിശാലമായ ഒരു ക്രിസ്തു ദർശനത്തിലൂടെ നോക്കിക്കാണാനും കരുതാനും അവരോട് സംവദിക്കാനും സാധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വിജയിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപിടി ചിന്തകളാണ് നമുക്ക് പാപ്പായെക്കുറിച്ചുള്ളത്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് പാപ്പ ഈ കാലഘട്ടത്തിലെ ഒരു പ്രവാചക സ്വരമായിട്ട്, ഒരു തീക്ഷ്ണമായ സുവിശേഷ സാന്നിധ്യമായിട്ട് ജനഹൃദയങ്ങളെ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി, രാജ്യാതീതങ്ങൾക്ക് അതീതമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന് ഒരു സംശയമില്ല. അദ്ദേഹം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.